ഹരേ കൃഷ്ണ. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 2 സാഖ്യയോഗം ശ്ലോകം 16. നാസദോ വിദ്യതേ ഭാവോ നാഭാവോ വിദ്യതേ സദഃ ഉഭയോരപി ദൃഷ്ടോന്ത ത്വനയോസ്തത്വദർശിഭിഃ. നാസദോ വിദ്യതേ ഭാവോ നാഭാവോ വിദ്യതേ സദഃ ഉഭയോരപി ദൃഷ്ടോ അന്തഃ സ്ത്വനയോ തത്വദർശിഭിഃ. കഴിഞ്ഞ ശ്ലോകത്തിന്റെ ഉത്തരമായിട്ട് വീണ്ടും ഭഗവാൻ പറയുകയാണ്, ഇല്ലാത്തതൊന്നും ഉണ്ടാവുകയില്ല, ഉള്ളതൊന്നും ഇല്ലാതാവുകയുമില്ല. ഭൗതിക പ്രപഞ്ചം ഇല്ലാത്തതാണ്. ഈ ശരീരങ്ങൾ ഭൗതിക പ്രപഞ്ചത്തിന്റെ അംശങ്ങളാകുന്നു. ഇവ ഉണ്ടെന്ന് പറയുന്നത് വെറും തോന്നലാണ്, മിഥ്യയാണ്. സത്തായിട്ടുള്ളത് ആത്മാവ് മാത്രമാണ്. അതിന് ഇല്ലായ്മ ഉണ്ടാവുകയുമില്ല. അതു നിത്യമാണ്, അനശ്വരമാണ്. ശരീരാദി ഭൗതിക പ്രപഞ്ചത്തെയും ആത്മീയ ലോകത്തിന്റെയും സ്വഭാവം തത്വദർശികൾ കണ്ടറിഞ്ഞിട്ടുണ്ട്. ഇവയുടെ സ്വഭാവഭേദം ഗ്രഹിക്കാൻ കഴിഞ്ഞവരെയാണ് തത്വജ്ഞാനികളെന്ന് പറയുന്നത്. ഉണ്മയും ഇല്ലായ്മയും പരസ്പര വിരുദ്ധമായ ആശയങ്ങളാണ്. ഉള്ളതില്ലാതാവുകയോ ഇല്ലാത്തതുണ്ടാകുകയോ ഇല്ല. നേരത്തെ നിലനിൽപ്പിന്റെ 2 ഘടകങ്ങളായി ബോധവും ജഡവും ഉണ്ടെന്ന് തോന്നി. ഉണ്മയുടെ രൂപമായ ബോധം സ്വന്തം അസ്തിത്വവും ജഡത്തിന്റെ അസ്തിത്വവും അറിയുന്നു. ജഡത്തിന് സ്വന്തം അസ്തിത്വം കൂടിയും അറിയാനാകുന്നില്ല. അപ്പോൾ മറ്റൊന്നിന്റെ അസ്തിത്വം ജഡത്തിന് പ്രശ്നമാകുന്നുമില്ല. അതുകൊണ്ട് ജഡത്തിന്റെ ഭാവം ഇല്ലായ്മയും ബോധത്തിന്റെ ഭാവം ഉണ്മയുമാകുന്നു. ഈ ഉണ്മയും അതായത് ബോധവും ഇല്ലായ്മയും അതായത് ജഡവും അത് തമ്മിലുള്ള ബന്ധമെന്തെന്ന് ആരായുന്നതാണ് തത്വാന്വേഷണം. തത്വദർശികൾ ഈ ബന്ധത്തിന്റെ രഹസ്യം കണ്ടെത്തിയിട്ടുണ്ടെന്ന് ഭഗവാൻ പറയുകയാണ്. ബോധം വസ്തുവും ജഡം അതിന്റെ നാമരൂപങ്ങളുമാകുന്നു. വെവ്വേറെ നാമരൂപങ്ങൾ ഉണ്ടായാലും ജഡത്തിന് ബോധത്തിൽ നിന്ന് ഭിന്നമായി നിലനിൽപ്പില്ല. ബോധം എന്ന വസ്തു ഏകമാണ്, അതിന് നാനാത്വമില്ല. ബോധത്തിന് നാമരൂപങ്ങൾ ഉണ്ടാകുകയും ഇല്ലാതാകുകയും ചെയ്യുന്നു. ഈ പ്രക്രിയയ്ക്ക് ജനന മരണങ്ങളെന്നോ സൃഷ്ടിപ്രളയങ്ങളെന്നോ ഒക്കെ പേരുകൾ പറയാം. യഥാർത്ഥത്തിൽ ഒന്നും ഉണ്ടാകുന്നുമില്ല, ഒന്നും നശിക്കുന്നുമില്ല. ഒരേ വസ്തുവിന് വിഭിന്നമായ നാമരൂപങ്ങൾ ഉണ്ടായി മറയുന്നു എന്ന് സാരം. ഭാരതീയ തത്വജ്ഞാനികൾ വർഷങ്ങൾക്കു മുമ്പേ ഈ രഹസ്യം കണ്ടെത്തിയിട്ടുണ്ട്. ബോധത്തിന്റെ പ്രത്യക്ഷ അനുഭവമാണ് പ്രപഞ്ചം. ബോധമില്ലാത്തിടത്ത് പ്രപഞ്ചവുമില്ല. പ്രപഞ്ചം ഇല്ലെങ്കിലും ബോധത്തിന് നിലനിൽപ്പുണ്ട്. ഈ രഹസ്യം കണ്ടെത്താനുള്ള ഒരു സാധന എന്ന നിലയ്ക്കാണ് തിദീക്ഷയോടെ കർമ്മങ്ങളിൽ മുഴുവാൻ ഭഗവാൻ ഉപദേശിക്കുന്നത്. ഹരേ കൃഷ്ണ.